നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ഈ ഓഗസ്റ്റ് മാസം 3200 രൂപയ്ക്കടുത്ത് നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പോവുകയാണ്. ഓണക്കാലം ആയതുകൊണ്ട് സർക്കാർ കൂടുതലായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുമാത്രമല്ല, എല്ലാവരുടെയും പ്രതീക്ഷയും ഇതിലധികം തുക ലഭിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ ഇത്തരം ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ബയോമെട്രിക് മസ്റ്ററിങ് 2 ആഴ്ചക്കുള്ളിൽ അവസാനിക്കുകയാണ്. അതിനുശേഷം പിന്നെ താൽക്കാലിക മസ്റ്ററിങ് എന്ന രീതിയിൽ എല്ലാ മാസവും സജ്ജീകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ വൈകുന്നതനുസരിച്ച് നമ്മളുടെ അക്കൗണ്ട്, അതായത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം വൈകിയാണോ ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ തടസ്സപ്പെടും. പിന്നീട് ഇത് ചെയ്ത ശേഷം പെൻഷൻ നമുക്ക് പുനഃസ്ഥാപിച്ച് ലഭിക്കുകയും ചെയ്യും. അത് ലഭിക്കുന്നത് എന്നാണോ ആ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ മുടങ്ങാതെ ഈ ഓണക്കാലത്തൊക്കെ ഒന്നിലധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് അത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് ചെയ്യുന്നതിന്. കിടപ്പ് രോഗികളുടെ മസ്റ്ററിങ്ങും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ പ്രദേശത്ത് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ, ജീവനക്കാർ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ അത് കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുക, വരുന്ന തീയതി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക. ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷമൊക്കെ കഴിഞ്ഞവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. നമുക്ക് മറ്റ് തിരുത്തലുകളൊന്നും വരുത്തേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും രേഖകളെല്ലാം കൃത്യമായിരുന്നതുകൊണ്ടും ഈ ആധാർ കാർഡ് നമ്മൾ പുതുക്കാനൊന്നും പോയിട്ടില്ലായിരിക്കും. പക്ഷേ ഈ ആധാറിൽ ഫോൺ നമ്പറിൽ മാറ്റമുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടി, നമ്മളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി, വേണമെങ്കിൽ ഡെമോഗ്രഫിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയുള്ള വിവിധ സംവിധാനങ്ങൾ ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, 10 വർഷമൊക്കെ പഴക്കമുള്ള ആധാർ ID പ്രൂഫും അഡ്രസ് പ്രൂഫും ഒന്നുകൂടി നൽകി അത് പുതുക്കിയെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൂടി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. കൂടുതൽ കൃത്യതയാർന്ന വിവരങ്ങൾ ഒന്നുകൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നുകൂടി നമ്മുടെ ആധാർ റിന്യൂ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആനുകൂല്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ ലഭിക്കുന്നതിന്, അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളിലേക്കൊക്കെ OTP അധിഷ്ഠിത വേരിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോമെട്രിക് വേരിഫിക്കേഷനൊക്കെ വളരെ വേഗം സാങ്ഷൻ ആവുന്നതിന്, അപ്രൂവ് ആകുന്നതിനൊക്കെ സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 60 വയസ്സ് കഴിഞ്ഞവർക്ക് സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർക്കുള്ള വയോജന നയം അത് സംസ്ഥാന സർക്കാർ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. മുതിർന്ന പൗരന്മാർക്ക് സബ്സിഡി നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യ നിരക്കിലുള്ള ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നു. അവർക്ക് പെൻഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വാതിൽപ്പടി സേവനങ്ങൾ, അതോടൊപ്പം തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ, മരുന്നുകൾ, അതോടൊപ്പം മെഡിക്കൽ ചെക്കപ്പ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകുന്ന ഈ ഒരു പദ്ധതി അപ്പോൾ ഇത് വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ്. ഈ വർഷം തന്നെ നടപ്പിലാകുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ വയോജന നയം ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നതും നല്ലതാണ്. നമ്മളുടെ വീടുകളിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എങ്കിലും സർക്കാരോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ജോലിയൊന്നും ഇല്ലായിരുന്ന, അതായത് ചെറുകിട ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ദിവസവേതനത്തിനൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ ഒരു സ്കീം വഴി. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, റബ്ബർ കർഷകർക്ക് ഹെക്ടർ ഒന്നിന് 40,000 രൂപ വരെ പരമാവധി തൈ നടീലിന് സബ്സിഡി ലഭിക്കുന്ന സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 31-ാം തീയതിക്ക് മുൻപ് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസരം റബ്ബർ കർഷകർ പാഴാക്കാതിരിക്കുക. നിലവിൽ അതുമാത്രമല്ല, അംഗീകൃത നഴ്സറിയിൽ നിന്നും തൈകൾ വാങ്ങിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ബില്ലുകൾ സഹിതമൊക്കെ നമ്മൾ ഹാജരാക്കേണ്ടി വരും. പുതുതായിട്ട് പ്ലാന്റേഷൻ ചെയ്യുന്ന കർഷകർക്കൊക്കെയാണ് ഈ ഒരു ധനസഹായത്തിന് അർഹതയുള്ളത്. ഈ സ്കീമിനെ പറ്റിയുള്ള മറ്റ് വിശദ വിവരങ്ങളെല്ലാം തന്നെ ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഗ്രൂപ്പുകളിൽ ഒന്നുകൂടി ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.